തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി 6 മണിവരെയുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം 69.52% പോളിംഗ്. 7 ജില്ലകളിൽ 73.36% പേർ വോട്ട് ചെയ്ത് എറണാകുളമാണ് മുന്നിൽ നിൽക്കുന്നത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായിട്ട്. രാഹുൽ, ഇനിയും ഒരു അവസാന കണക്കുകൾ വരാൻ കുറച്ചുകൂടി സമയം വൈകിയേക്കാം. ഒരുപക്ഷെ നാളെ ആയിരിക്കും, രാവിലെ ആയിരിക്കും കൃത്യമായ ഒരു കണക്കിലേക്ക് എത്തുക. എങ്കിലും മികച്ച പോളിംഗ് എന്ന് കരുതാമോ? ദിവിഷ്, അത് തന്നെയാണ്. ഏതായാലും 9 മണിയോട് കൂടി നമുക്ക് കുറച്ചുകൂടി വിവരങ്ങൾ ലഭിക്കും. കാരണം നിലവിലിപ്പോൾ 6 മണിയുടെ വിവരം മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഈ കൂട്ടിക്കിഴിക്കൽ നടക്കുകയാണ്. കാരണം അല്പം കുറവാണ് കഴിഞ്ഞ തവണത്തേക്കാളും. പൊതുവിൽ 75% എത്തും എന്ന് പ്രതീക്ഷിക്കാമെങ്കിൽ പോലും ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് കുറവാണ്. അങ്ങനെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കാർക്കും അനുകൂലമാകുക. ഈ കുറവ് വരുന്ന ഘട്ടത്തിലൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകും അല്ലെങ്കിൽ പ്രതികൂലമാകും എന്ന് ഓരോ പാർട്ടികളും ചിന്തിക്കുന്ന ഘട്ടമാണ്. അത്തരത്തിൽ കൂട്ടിക്കിഴിച്ചിലും നടക്കുകയാണ്. ഈ ബൂത്തിലിരുന്ന ഏജന്റുമാർ കൃത്യമായി കണക്ക് കൊടുക്കേണ്ട ഘട്ടത്തിലേക്കൊക്കെ പോവുകയാണ്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇത് ഏറ്റവും നിർണായകമായ മണിക്കൂറാണ്. ഇനി 9 മണി കൂടി ആകുമ്പോൾ ഒരു കണക്കിൽ ഒരു ധാരണയുണ്ടാകും. ദിവി സൂചിപ്പിച്ചതുപോലെ നാളെയാകും അന്തിമമായ ഒരു കണക്ക് വരിക. എന്തായാലും നിലവിൽ കഴിഞ്ഞ തവണത്തെ പോലെ അത്രയും പോളിംഗ് ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആർക്ക് അനുകൂലമാകുമെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഇപ്പോഴും ഈ ആദ്യഘട്ടത്തിൽ സ്ലിപ്പ് നൽകി ക്യൂ നിൽക്കുന്ന ആളുകൾ കൂടി വോട്ട് ചെയ്ത് തീർക്കേണ്ടതായുണ്ട്. എല്ലാ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് തീരുമ്പോൾ ഏതാണ്ട് രാത്രി ആകുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട്. എന്തായാലും പലയിടങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു കുറവുണ്ടാകുമ്പോൾ അത് ആർക്ക് അനുകൂലമാകും എന്ന ഒരു കണക്കൂട്ടലിലാണ് എല്ലാവരും ഉള്ളത്. അതുതന്നെയാണ്. എന്തായാലും കണക്കൂട്ടലിന് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. 13-ാം തീയതി ആകുമ്പോൾ ഈ കണക്കുകൾ പുറത്തു വരും. എന്തായാലും ഏറ്റവും പ്രധാനമായി തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് വലിയ തിരക്കായിരുന്നു. രാവിലെ ആ സമയങ്ങളിൽ വലിയ തിരക്കായിരുന്നു. വഞ്ചിയൂരിൽ ആ സംഘർഷമുണ്ടായത് നമ്മൾ കണ്ടതാണ്. CPM BJP സംഘർഷമുണ്ടായിരുന്നു. അവിടെ ആ ബൂത്തുമായി ബന്ധപ്പെട്ട് ഇനി നിയമവ്യവഹാരത്തിലേക്ക് പോകുമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഒപ്പം കരുമത്തും അത്തരത്തിലൊരു ഇരട്ട വോട്ട് ആരോപണമുണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായി. അങ്ങനെ 1-2 സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പൊതുവിൽ ശാന്തമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പൊതുവിൽ കഴിഞ്ഞ തവണത്തെ അത്രയും ഒരു പോളിംഗ് ശതമാനത്തിൽ ഉയർന്ന് ആ തലത്തിലേക്ക് വരുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ തന്നെ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ്. 74.21%. അപ്പോൾ എന്തായാലും ഏറ്റവും കുറവ് പത്തനംതിട്ടയാണ്. 66.55%. അപ്പോൾ ഇത് 6 മണി വരെയുള്ള കണക്കാണ്. ശേഷവും ഇനി കണക്കുകൾ പുറത്തു വരും. അപ്പോൾ ഈ കണക്കുകൾ പ്രകാരം അത് ആർക്ക് അനുകൂലമാകുമെന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ നിയമസഭയിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ്. അതിന് മുമ്പുള്ള വിലയിരുത്തലാണ്. അതും എങ്ങനെ വരുമെന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ഉള്ളത്.